നമസ്കാരമുണ്ട്. ഞാനിപ്പോ നിൽക്കണതേ നമ്മളെ മൈസൂരാ. 2 ദിവസത്തെ ഒരു മൈസൂർ ട്രിപ്പും അതുമാതിരി ഒരു ദിവസത്തെ വയനാട്, അങ്ങനെ 3 ദിവസത്തെ പ്രോഗ്രാമായിട്ട് ഇറങ്ങിയതാ. അപ്പൊ ഞാനിതില് ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്ന സംഭവം എന്താ അറിയോ, അതുപോലെ നമ്മളെ വണ്ടി ഫീൽഡിലുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരികയാണ്. അതായത് 2-3 ദിവസമൊക്കെ നമ്മളെ ഒരു ഫാമിലിനായിട്ട് നമ്മളൊരു ട്രാവലറിലൊക്കെ യാത്ര ചെയ്ത് തുടങ്ങിയാലേ കൂടുതലായിട്ട് 12 സീറ്റ് അതുമാതിരി ഈ ട്രാവലർ ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് ദൂരയാത്രയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഈ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇരിക്കാനും കാൽമുട്ട് വേദനയൊക്കെ ഉണ്ടാവുമെന്നില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിന് പരിഹാരമൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ നമ്മളെ വണ്ടി. ആ ഒരു വണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരാം. ഇതാ നിൽക്കുന്നതാണ് നമ്മളെ വണ്ടി. ഇതാണ് നമ്മളെ ഇന്നത്തെ റൂം. അതായത് നമ്മളെ ദൂരയാത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 12 സീറ്റ് കർണാടകയിൽ മൂകാംബികയും അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പോകാനല്ലേ. അപ്പോൾ കുറച്ച് കച്ചറുണ്ടായിരിക്കും, കാരണം ഗസ്റ്റുകളെ അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. അപ്പം അതിൽ അവരുടെ സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. അതായത് നമ്മൾ ഈ കുറേ ദൂരം യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കാൽമുട്ട് വേദന കുറെ നേരം ഇരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരും. ഇപ്പൊ മൂകാംബിക, അതുമാതിരി മൈസൂര്, അതുപോലെ അങ്ങനത്തെ ബാംഗ്ലൂര്, അങ്ങനെയൊക്കെയാണല്ലോ ഈ 12 സീറ്റ് ട്രാവലർ ഉപയോഗിക്കുക. ആൾക്കാർ കൂടുതലായിട്ട് വിളിക്കുക. നമ്മളുടെ ഇതിൽ ഉള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് 12 സീറ്റ് ട്രാവലർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക കർണാടക ഭാഗങ്ങൾക്ക് പോകാനാണ്. അത് കുറച്ച് ദൂരയാത്ര ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ദൂരയാത്ര പോകുന്ന സമയത്ത് നമ്മൾ കൂട്ടത്തിലുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ വന്നാലും ഫാമിലിയിൽ എങ്ങനെ വന്നാലും അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള ആ ടീം ഉണ്ടാവും. അപ്പൊ ആ ആൾക്കാർക്ക് നമ്മളെ വണ്ടി ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഞങ്ങളെ പോലത്തെ ഡ്രൈവർമാർക്ക് നൈറ്റ് അതുമാതിരി കുറച്ച് സമയം കിട്ടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ ഉള്ള സൗകര്യമുള്ള ഒരു വണ്ടിയാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അതായത് ഈ വണ്ടിയുടെ ബാക്ക് സൈഡിൽ കണ്ടോ, ബാക്ക് സൈഡിൽ ഒരു ബെഡാണ്. ഇതിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കും വയ്യാതെ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടി ഉറങ്ങുന്നുണ്ട്, ചെറിയൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ മടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അമ്മമാരിങ്ങനെ താങ്ങി പിടിച്ചിരിക്കണ്ടേ തീരണവരെ, ട്രിപ്പ് തീരണവരെ. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ കമ്പനിയിലുള്ള ഈ വണ്ടിയിലില്ല. ഇതൊരു കമ്പനിയുടെ വണ്ടിക്കുള്ള പ്രൊമോഷൻ അല്ല. ഞാൻ ഇത് നിങ്ങൾക്കൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. അത് നമ്മളെ ഷാഫി ഇതിട്ട് ഇത്രയും സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ്. അപ്പോ ജസ്റ്റ് ഇനി ഈ വണ്ടി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. ഓട്ടോ കിട്ടാൻ വേണ്ടിട്ട് വിളിക്കല്ലാട്ടാ, ഉള്ള കാര്യം പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഒരു സെറ്റപ്പ് 12 സീറ്റിന്റെ. അപ്പൊ ഇനി മൂകാംബിക, മൈസൂര്, കർണാടക, അതുപോലെ ലോങ് യാത്രയ്ക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ വണ്ടി ഉള്ളുണ്ടോ, ഫുള്ള് സെറ്റാണ്. ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക.